പ്രബോധനത്തിനായി ദൈവഭക്തനായ ഇയ്യോബ് എഴുതിയ 42-ാം അധ്യായം 3-ാം വചനം. അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരാർ. അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവർ ഇവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ആമേൻ. ഈ വായിച്ച വചനഭാഗത്തെ ഓർത്ത് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അറിവുകൂടാതെ അടിയങ്ങൾ പറഞ്ഞുപോയ വാക്കുകൾ, അറിവുകൂടാതെ അടിയങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ച നിരൂപണങ്ങൾ, ചിന്തകൾ, അതെല്ലാം ദുഷ്ടതയേറിയതാണെന്ന് അടിയങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അത് അടിയങ്ങൾ അപ്രകാരം തന്നെ ഗ്രഹിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ ആ പ്രബോധനത്തിനൊത്തവണ്ണം അടിയങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നാമമുഖാന്തരം സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ വിചാരങ്ങളെല്ലാം അങ്ങേക്ക് പ്രസാദകരമാണോ ഇല്ലയോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ആമേൻ അടിയങ്ങളുടെ സ്വർഗീയ യാത്ര മുന്നോട്ട് ഗമിക്കുവാൻ തക്കവണ്ണം സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, അപ്രകാരം അടിയങ്ങൾ ഓരോരുത്തരും ഉപദേശ രൂപേണ ആമേൻ ഗ്രഹിക്കണമെന്ന് ആമേൻ അങ്ങ് ആഗ്രഹിക്കുന്ന ആമേൻ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തനായ ഇയ്യോബിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം പോലും അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്തു? സാക്ഷ്യം പറഞ്ഞു. നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, നേരുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ഇത്രയും സ്വഭാവ ഗുണങ്ങൾ ഉണ്ട് എങ്കിലും തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്ക് പോലും ദൈവത്തിന് വിരോധമായിട്ട് എന്ത് ചെയ്തില്ല? താൻ സംസാരിച്ചില്ല. അപ്പോൾ സംസാരിച്ചില്ല എങ്കിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുന്നു. സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ ചിന്ത പോലും അപ്രകാരം ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നത്തേതിലൊക്കെയും എൻ്റെ ജീവിതത്തിലെ ആ ക്ലേശങ്ങളിൽ എവിടെയൊക്കെയോ വീണുപോയ അവസരങ്ങൾ. എന്നാൽ അതിനുശേഷമാണ് താൻ തന്നെ ഗ്രഹിച്ചു. ആ കൂട്ടുകാരൻ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം താൻ തന്നെ ഏറ്റുപറയുന്ന വചനമാണ് നാം വായിച്ചു കേട്ടത്. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവൻ ആർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. ആമേൻ. നമ്മുടെ ജീവിതത്തിലും നാം ഇപ്പോൾ പ്രബോധനത്തിൽ കേട്ടതുപോലെ സഹോദരനോട് നിസാര എന്ന് പറയുന്ന അനുഭവം, മൂഢ എന്ന് വിളിച്ച അനുഭവം എത്രയോ ഉണ്ട്. എന്നാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നാം ചിന്തിക്കേണ്ട വണ്ണം ചിന്തിച്ചാൽ, ആരാഞ്ഞ് ശോധന ചെയ്താൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കാര്യമെങ്കിലും ഉണ്ടാകും. സഹോദരനോട് നിസാര എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ല എങ്കിലും, അല്ലെങ്കിൽ മൂഢ എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ല എങ്കിലും, അത് മറ്റു പല പ്രവൃത്തികളാൽ അത് വെളിപ്പെടും. അല്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും എന്ത് ചെയ്തിരിക്കും? ഒരു ചെറിയൊരു ചിന്തയെങ്കിലും തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ തോന്നിയിട്ടില്ലാത്ത ആരുമില്ല. എന്നാൽ ദൈവഭക്തനായ ഇയ്യോബ് പറയുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണമുള്ള അത്ഭുതമേറിയ കാര്യം ഞാൻ തിരിച്ചറിയാതെ എന്തുപോയി? പറഞ്ഞു പോയി. അപ്പോൾ നമുക്കങ്ങനെ ശോധന ചെയ്ത് നമുക്കങ്ങനെ ചിന്തിക്കാമോ? ഞാൻ തിരിച്ചറിവില്ലാതെയാണ് എന്ത് ചെയ്തത്? പറഞ്ഞു പോയത്. അപ്പോൾ നാം എപ്പോഴും ഉപദേശത്തിൽ കൂടെ കേൾക്കുന്നത് പോലെ, ഇപ്പോഴും കേട്ടതുപോലെ, എന്നോട് ക്ഷമിക്കണേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ക്ഷമ ആവുമെന്ന് കേട്ടാൽ ക്ഷമ ഒരിക്കലും എന്ത് ചെയ്യില്ല? ആകില്ല. പിന്നെയോ, ആരാണോ തെറ്റ് ചെയ്തത് ആ വ്യക്തി ആരോടാണോ ഏറ്റു പറയണം, ആ വ്യക്തിയോട് ക്ഷമയുടെ ഉപദേശം ചോദിച്ചു പഠിക്കണം. ക്ഷമയുടെ ഉപദേശം ചോദിച്ചു പഠിക്കുമ്പോൾ, അത് ചോദിച്ചാൽ ഉടനെ ആ ക്ഷമയുടെ ഉപദേശം ആ സഹോദരൻ എന്ത് ചെയ്യില്ല? വെളിപ്പെടുത്തുമോ എന്ന് കേട്ടാൽ, വിശ്വസ്തതയുള്ള വിശ്വസ്ത സാക്ഷിയായ വ്യക്തിയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യത്തില്ല? ക്ഷമയുടെ ഉപദേശം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നാം ക്ഷമിച്ചു തരണമേ എന്നാണോ ചോദിക്കുന്നത്? അതോ
ക്ഷമയുടെ ഉപദേശമാണോ ചോദിക്കാറുള്ളത്? ഞാൻ ഉൾപ്പെടെ നാം ഓരോരുത്തരും തമ്മിൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകുവാൻ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നാം തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണമെങ്കിൽ ഒരു വാക്കില് അല്ലെങ്കിൽ ഒരു കുത്തുമതിപ്പിൽ പോയി എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യത്തില്ല? ക്ഷമയാകത്തില്ല. പിന്നെ എങ്ങനെ ക്ഷമ കൊണ്ട് പ്രാണനെ നേടും? ക്ഷമ കൊണ്ട് പ്രാണനെ നേടുവാനും കഴിയുകയില്ല. അപ്പോ വേണമെങ്കിൽ പറയാം, എനിക്ക് കർത്താവ് ക്ഷമിച്ചു തരും. അവിടെ കർത്താവ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ക്ഷമ കൊണ്ട് പ്രാണനെ നേടും. എന്നാൽ ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്. അപ്പോൾ അതിനായി പിതാവായ ദൈവം അതിനൊരു മുദ്ര കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർക്കും യേശു കർത്താവ് ആ ജീവശ്വാസം ഊതിക്കൊടുത്തു. പരിശുദ്ധാത്മ നിയോഗപ്രകാരം പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദപ്പെട്ട സഹോദരനിൽ കൂടെ എന്ത് ചെയ്യണം? നമുക്ക് ഓരോരുത്തർക്കും തമ്മിൽ അത് ഒരു വ്യക്തിയുടെ നിന്ന് മറ്റുള്ളവരിലേക്ക് മാത്രമല്ല, അത് മാത്രമല്ല തമ്മിൽ എന്ത് ചെയ്യണം? പാപമോചനം നാം ഓരോരുത്തരും സ്വീകരിക്കണം. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും തമ്മിൽ തന്നെ എന്ത് ചെയ്യണം? പാപമോചനം സ്വീകരിക്കണം. അപ്പോൾ ഒരു വ്യക്തി ഒരാളോട് നെരുപ്പ് പ്രാപിക്കാമുണ്ടെങ്കിൽ ആ വ്യക്തി ക്ഷമയുടെ ഉപദേശം, ആ സഹോദരൻ ക്ഷമയുടെ ഉപദേശം വെളിപ്പെടുത്തുമ്പോൾ അതെന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് എന്താണ് ചെയ്യണമെന്ന് ആ സഹോദരൻ വെളിപ്പെടുത്തും. അപ്പോ ആ സഹോദരൻ വെളിപ്പെടുത്തുന്ന കാര്യം അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ചെയ്യുന്നുണ്ടോ എന്ന് ആ സഹോദരൻ എന്ത് ചെയ്യും? ശോധന ചെയ്യുമ്പോ കൊള്ളാവുന്നവനായി ആ സഹോദരന്റെ മുമ്പിൽ തെളിയണം. അങ്ങനെ തെളിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെ ക്ഷമ ലഭിക്കില്ല. അപ്പോ കൊള്ളാവുന്നവനായി ആ പറഞ്ഞു തരുന്ന സഹോദരന്റെ മുമ്പാകെ തെളിയുമ്പോൾ വീണ്ടും പരിശോധന വരും. ഈ വ്യക്തി ഇപ്പോൾ ഈ ക്ഷമയുടെ ഉപദേശം പറഞ്ഞു കൊടുത്തതിന് ഒത്തവണ്ണം തിരിഞ്ഞത് കറക്റ്റ് ആണോ? അത് യഥാർത്ഥമാണോ? അല്ലെങ്കിൽ മാനസാന്തരത്തോടുകൂടെയാണോ? മാനസാന്തരം നമുക്കറിയാം മനസ്സിൽ നിന്ന് വരണം. റോമർക്കെഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ അപ്പോസ്തലൻ കറക്റ്റായിട്ട് ചെയ്യുകയാണ്. ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കുകയാണ്. നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മനസ്സലിവ് നാം ഓർത്ത് പ്രബോധനം കൈക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രബോധനം കേൾക്കുന്നു. അപ്പോ ദൈവത്തിന്റെ മനസ്സലിവ് നാം ഓർക്കണം. കർത്താവ് എന്നോട് മനസ്സലിയുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരാൻ. അങ്ങനെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രബോധനം കൈക്കൊള്ളണം. അല്ലാതെ വെറുതെ എല്ലാവരും വരുന്നു, കേൾക്കുന്നു. സ്കൂളിലും പഠിക്കാൻ ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടിയുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന 30 കുട്ടികളും പോകുന്നു? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്തും നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നാം മറ്റുള്ളവരെ ശോധന ചെയ്യണം. എങ്കിലും ഒന്നാമത് ഞാൻ എന്നെ ശോധന ചെയ്യണം. ഞാൻ വരുന്നത് ആത്മാർത്ഥമായിട്ട് ഉപദേശ രൂപത്തെ പഠിക്കാനാണോ? ദൈവം മനസ്സലിഞ്ഞ് എനിക്ക് പൊടിച്ചു തരുമ്പോൾ ഞാനത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് ഞാൻ പ്രബോധനത്തെ കൈക്കൊള്ളുന്നുണ്ടോ എന്ന് നാം എന്ത് ചെയ്യണം? നാം ഓരോരുത്തരും ശോധന ചെയ്യണം. ഇല്ലെങ്കിൽ വെറുതെയാണ് നാം വരുന്നത്. വെറുതെ വരുന്നു, കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്നു. നമുക്ക് തമ്മിൽ ക്ഷമ പ്രാപിക്കാനും കഴിയില്ല, നമ്മുടെ പ്രാണനെ നേടാനും കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ആത്മരക്ഷ പ്രാപിക്കണം. അത് ഇപ്പൊ കിട്ടിയില്ല, ഇപ്പൊ വന്നിരിക്കുന്നു, ഇപ്പൊ കിട്ടിയില്ല. അത് എപ്പോ കിട്ടും? അന്ത്യകാലത്തേക്ക്. അപ്പൊ അന്ത്യകാലത്തേക്ക് വെളിപ്പെടുത്തുവാനിരിക്കുന്ന രക്ഷ. അങ്ങനെ തന്നെ അന്ത്യകാലത്തേക്കാണ് ആത്മരക്ഷ എന്ത് ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടത്. അപ്പൊ അന്ത്യകാലം വരെയും, ഈ ലോകത്തിന്റെ അന്ത്യകാലമല്ല, നമുക്കറിയാം നാം ഓരോരുത്തരും എന്റെ അന്ത്യകാലം, 5ന്റെ അന്ത്യകാലം വരെയും 5 എന്ത് ചെയ്യണം? ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മനസ്സലിവ് ഞാൻ ഓർത്ത് പ്രബോധനങ്ങളെ സ്വീകരിക്കണം. അത് ആര് തന്നാലും ഞാൻ പ്രബോധനം സ്വീകരിക്കണം. ഞാൻ ആരോടാണോ ക്ഷമ പ്രാപിക്കേണ്ടത് അവരിൽ നിന്ന് ഞാൻ ക്ഷമയുടെ ഉപദേശം സ്വീകരിക്കണം. അവർക്ക് അതുവരെ ദാസിയാണ് ഞാൻ. അവർക്ക് ആ സഹോദരന് അല്ലെങ്കിൽ ആ സഹോദരിക്ക് ഞാൻ എന്താണ്? ഞാൻ അതുവരെ ഞാൻ ആ വിശ്വസ്ത സാക്ഷിയായി ഞാൻ തെളിഞ്ഞു വരുന്നത് വരെ ആ വ്യക്തിയുടെ മുമ്പാകെ ഞാൻ ആ സഹോദരിയുടെ മുമ്പ് ദാസിയാണ്. അപ്പൊ എപ്പോഴാണോ ആ സഹോദരി എനിക്ക് തരുന്ന ഉപദേശത്തിനൊത്തവണ്ണം ഞാൻ മാനസാന്തരം ആ സഹോദരിയുടെ മുമ്പാകെ, മറ്റുള്ളവരുടെ മുമ്പാകെ അല്ല, ആ സഹോദരിയുടെ മുമ്പാകെ ഞാൻ എന്തിന്റെ മാനസാന്തരം എന്ത് ചെയ്യണം? തെളിയിക്കണം. അതാണ്
പിതാവായ ദൈവവും എന്ത് ചെയ്തു? യോന പ്രവാചകന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ മാനസാന്തരപ്പെട്ടു എന്ന് അവർ പ്രവൃത്തികളാൽ കണ്ടു. ആര് കണ്ടു? പിതാവായ ദൈവം കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? വരുത്തുമെന്ന് അനർത്ഥത്തെ കുറിച്ച് എന്ത് ചെയ്തു? അനുദപിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെ മുമ്പാണോ ഞാൻ പിഴച്ചു, ആ വ്യക്തി എന്ത് ചെയ്യണം? എനിക്കൊരു മുദ്ര തരണം. ഞാൻ ആ വ്യക്തിയുടെ മുമ്പാകെയാണ് എന്നെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ മുമ്പാകെ വിശ്വസ്ത സാക്ഷിയായി ദാസിയായി ഇരുന്ന് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ കേട്ടനുസരിക്കണം. അങ്ങനെ കേട്ടനുസരിക്കുമ്പോഴാണ് അവിടെ നമുക്കുണ്ടാവേണ്ട ഒരു മനോഭാവമാണ് യോബ് എന്ന ദൈവഭക്തനിൽ കൂടെ വെളിപ്പെട്ടത്. എന്താണ്? എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയ കാര്യം ഞാൻ തിരിച്ചറിയാതെ എന്ത് പോയി? പറഞ്ഞു പോയി. അപ്പോ ഇത് അവസാനത്തെ വാക്കാണ്. വിശ്വസ്ത സാക്ഷിയായി തെളിയുമ്പോൾ, അല്ലാതെ ആദ്യമേ പോയി ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അത്ഭുതമേറിയ കാര്യമായിരുന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇല്ല, അവിടെ മോചനം ഇല്ല, പാപമോചനം ഇല്ല. ചെയ്യേണ്ട കാര്യം ചെയ്ത് ക്ലിയറായി വന്നിട്ട് എല്ലാ പ്രവൃത്തിയും തികഞ്ഞു വരുമ്പോൾ അവസാനം ഈ വാക്ക് പറയാം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ നാം വീണ്ടും മുൻപ് കേട്ടിട്ടുള്ളത് പോലെ ഒരു മുറിവ് സംഭവിച്ചാൽ അതെന്ത് ചെയ്യും? പുറത്തിങ്ങനെ കരിയും, പാടെന്ത് ചെയ്യും? അവിടെ ഉണ്ടാകും. ആ പാട് പെട്ടെന്ന് പോവോ? ഇല്ല. എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം. അപ്പൊ നാം അതിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. അപ്പം നമുക്ക് ഉപദേശം കേൾക്കുന്നതാണെങ്കിലും ഇപ്പോ ഉപദേശം വെളിപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോ ഒരു 10-20 പേരുണ്ട്. ഈ 20 വ്യക്തികൾ ഒരുപോലെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? ഉറപ്പായിട്ടും കൈക്കൊള്ളുന്നില്ല. അപ്പോ ചില വ്യക്തികൾ എന്ത് ചെയ്യും? അതിനെ പൂർണ്ണ ജാഗ്രതയോടുകൂടെ, എന്നാലും അങ്ങനെയും പറയാൻ പറ്റത്തില്ല, കൈക്കൊള്ളും. ചിലർ ഒരു 1/2%, അല്ലെങ്കിൽ ഒരു പകുതി, ഒരു 1/4. ചിലവർ ഒന്നും മനസ്സിലാക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്നവർ കാണും. അങ്ങനെ പല റേഞ്ചിലുള്ളവർ ഒരു ക്ലാസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ആരുടെ കുറ്റമാണ്? എന്റെ കുറ്റമാണ്. അതൊരിക്കലും ഉപദേശം വെളിപ്പെടുത്തിയ വ്യക്തിയുടെ കുറ്റമല്ല. അത് ആർക്കാണോ മനസ്സിലാക്കില്ല, എനിക്ക് 50% മനസ്സിലായത്, എന്നാൽ ബാക്കി 50% ഞാനാണ് കുറ്റക്കാരി, ഞാനാണ് അതിൽ ഉത്തരവാദി. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഇന്ന കാര്യപ്രകാരം അത് ശരിയല്ല, അത് ഇന്ന എനിക്ക് സംശയമാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. എന്നാൽ ഒരിക്കലും അത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലെ മനോഭാവം ഒരിക്കലും അങ്ങനെ ആകരുത്. പകരം എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണം, ഇതെനിക്കിപ്പോ ഗ്രഹിക്കാൻ പറ്റിയില്ല, എനിക്കിപ്പോ എന്റെ പ്രാപ്തിയായിട്ടില്ല, എനിക്കത് മനസ്സിലായില്ല. എനിക്ക് അതിനുള്ള പ്രാപ്തിയാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രഹിക്കാൻ പറ്റും. ഒരു കോണിൽ എന്ത് ചെയ്യുക? മാറ്റി വയ്ക്കുക. അത് മറന്നുപോയതല്ല, അത് കളഞ്ഞതുമല്ല, അത് ഹൃദയത്തിന്റെ ഒരു കോണിലേക്ക് എന്ത് ചെയ്യുക? മാറ്റി സംഗ്രഹിച്ചു വെക്കുക. ആരൊക്കെ എന്തൊക്കെ പറയുന്നത്, വഴക്ക് പറയുന്നത്, ദേഷ്യപ്പെടുന്നത്, ആ വാക്ക് അച്ചിട്ടാട്ട് ഒരു വള്ളിയും പുള്ളിയും മാറ്റാൻ ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത് സംഗ്രഹിച്ചു വെച്ചൂടെ? എനിക്കിപ്പോ ഇത് മനസ്സിലാവാൻ പ്രാപ്തി ഇല്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പാഠങ്ങളൊന്നും കൃത്യത ഇല്ലാതെ പഠിച്ചു വന്നു, എനിക്കത് മനസ്സിലായില്ല. എന്ത് ചെയ്യണം? ഞാൻ സംഗ്രഹിച്ചു വെക്കണം. അടുത്ത് അതിലേക്ക് എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വെളിപ്പെടുത്തിയതുപോലെ നമ്മൾ അറിഞ്ഞ കാര്യത്തിൽ നാം വിശ്വസ്തരല്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. എനിക്കത് ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? അറിഞ്ഞ കാര്യത്തിൽ ഞാൻ എന്തല്ല? വിശ്വസ്തല്ല. അറിഞ്ഞ കാര്യത്തിൽ വിശ്വസ്ത അല്ലാത്തടത്തോളം എനിക്ക് ഈ കാര്യം അറിയണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ട് എന്താ അവസ്ഥ? അപ്പൊ ഞാൻ ഇപ്പോ കണക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ മുൻപ് എല്ലാ ട്രിക്കുകളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു, മുൻപ് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ ആ വ്യക്തികൾക്ക് പിന്നെ ഇല്ല അത്. അപ്പൊ ഞാൻ എന്തിനാണ് ആർക്കും ചുമ്മാ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പൊ ഞാൻ തന്നെ ഉപദേശത്തിലോട്ട് വരുന്നതിന് മുൻപാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. പിന്നെ ഞാനതങ്ങ് നിർത്തി. ആരാണോ മുൻപിൽ കിട്ടി പഠിക്കാൻ വരുന്ന കുട്ടി, ചിലപ്പോൾ ഒരു 20% എത്തുന്നു, ആ വ്യക്തി ഒരു 70% ആ വ്യക്തിക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ ലോകപ്രകാരം ഈ ദോഷിയായ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഉപദേശപ്രകാരം തന്റെ നീതി നിമിത്തം ഉപദേശത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അത് വെറുതെ അങ്ങ് പൊളിച്ചു തരുമോ? വെറുതെ പൊളിച്ചു തരില്ല. ശാസനയ്ക്ക് തിരിഞ്ഞു കൊള്ളുവിൻ. അപ്പൊ നമുക്ക്
നാം ദൈവത്തിൽ നിന്ന് ശാസന ലഭിച്ചാലും ഉപദേശം ലഭിച്ചാലും എന്ത് ലഭിച്ചാലും നാം താഴ്മയോടുകൂടെ അതിനെ കൈക്കൊള്ളും. താഴ്മയോടുകൂടെ ഞാൻ കൈക്കൊണ്ടാൽ ഒരിക്കലും എനിക്ക് കിട്ടിയ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഞാൻ പ്രശംസിക്കില്ല. ഞാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഞാൻ അതിൽ പ്രശംസിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഒരിക്കലും താഴ്മയോടെ അല്ല അത് കൈക്കൊണ്ടത്, ഞാനത് നിഗളിയായിട്ടാണ് കൈക്കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞത് എന്താണ്? ഇത്രയും താഴ്മയുള്ള മനുഷ്യൻ പറഞ്ഞത് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് എന്ത് ചെയ്യുന്നു, ഓടുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എത്രയോ അധികം നാം എന്തായി? ഒന്നും ആയില്ല. ഉപദേശം പലപ്പോഴും പലതും പുതിയതായിട്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ ചിന്തിച്ചു കൊള്ളണം, ഇത് ഗ്രഹിക്കാൻ ഞാൻ പ്രാപ്തനല്ല, ഇതിനാര് പ്രാപ്തൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ചിന്തിച്ച് ഗ്രഹിച്ച് ക്ഷമയുടെ ഉപദേശം നാം തമ്മിൽ പ്രാപിക്കണം. നാം ആരടുത്തൊക്കെ നെരുപ്പ് പ്രാപിക്കാനുണ്ടോ, മൂടാന്ന് വിളിച്ചോ, നിസാരെന്ന് വിളിച്ചോ, തമ്മിൽ നാം എന്ത് ചെയ്യണം? ക്ഷമയുടെ ഉപദേശം ചോദിച്ച് പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ തെറ്റി എന്നോട് പറ, ഞാൻ ക്ഷമ ചോദിക്കാം. ഒരിക്കലുമല്ല, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ തെറ്റി, അതിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇതാണ് നാം ചോദിക്കേണ്ടത്. അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ തെറ്റി, ഞാൻ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല, ഒരിക്കലുമല്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് ക്ഷമയുടെ ഉപദേശം നാം തമ്മിൽ ചോദിച്ച് പഠിച്ച് അങ്ങനെ തമ്മിൽ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരം തമ്മിൽ നാം എന്ത് ചെയ്യണം? പകർന്ന് പ്രാപിക്കണം. അങ്ങനെ അധികാരമുള്ളവരായിട്ട് നാം ഓരോരുത്തരും മാറണം. ഹല്ലേലൂയ. യേശു കർത്താവ് അപ്രകാരമായിരുന്നു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകവും അധികാരവുമുള്ള വ്യക്തിയായിട്ടാണ് പലരെയും എന്ത് ചെയ്തത്? ഉപദേശിച്ചത്, പലർക്കും പാപമോചനം കൊടുത്തത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും ആയിത്തീരുവാൻ തക്കവണ്ണം പിതാവായ ദൈവം മനസ്സലിഞ്ഞ് പ്രബോധനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നാം ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് പ്രബോധനത്തെ കൈക്കൊള്ളണം. അങ്ങനെ ആയിത്തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. ഇതിന് വിരോധമായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങള്, പാളിച്ചകള്, വീഴ്ചകള്, താഴ്ചകള് എല്ലാം വന്നിട്ടുണ്ടെന്ന് അവരവരെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, ഇനി മറ്റുള്ളവരെ ആരെങ്കിലും ശോധന ചെയ്യുന്നുവെങ്കിൽ ശോധന ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ നമ്മുടെ കണ്ണിൽ തെളിച്ചമായിട്ട് വെളിപ്പെടും. പക്ഷെ അത് എന്തിനാണ് വെളിപ്പെടുന്നത്? എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ, എനിക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ, എന്റെ തെറ്റ് ഗ്രഹിക്കാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം പാപമോചനം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോടുകൂടെ എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ആമേ, മനുഷ്യപുത്രനും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് കൽപ്പിച്ച കർത്താവേ, ആമേൻ, അപ്രകാരം നാം തമ്മിൽ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അടിയങ്ങളുടെ ജീവിതത്തിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമയുടെ ഉപദേശം അടിയങ്ങൾ ഓരോരുത്തരും പ്രാപിച്ചുകൊണ്ട് ആമേ നാഥാ, ഞങ്ങൾ ഓരോരുത്തരും ആമേ വിശ്വസ്ത സാക്ഷിയായി തമ്മിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം അപ്രകാരം കർത്താവിന്റെ മുമ്പാകെ കൊള്ളാകുന്നവരായി തെളിയുവാൻ തക്കവണ്ണം ആമേൻ, ഇവിടെ സഹോദരങ്ങളുടെ മുമ്പാകെ കൊള്ളാകുന്നവരായി തെളിഞ്ഞുകൊണ്ട് ആമേൻ, അങ്ങയുടെ മുമ്പാകെ കൊള്ളാകുന്നവരായി തെളിയുവാൻ തക്കവണ്ണം ആമേൻ, അടിയങ്ങളെ എല്ലാവരെയും സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശേഷിക്കുന്ന സമയത്തും വെളിപ്പെടുന്ന ഓരോ ഉപദേശങ്ങളും കർത്താവേ, അങ്ങയുടെ മനസ്സിൽ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും പ്രബോധനത്തെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ആമേൻ, ഞങ്ങളുടെ നാമം മുഖാന്തരം സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിനെ അരുളി ചെയ്ത ആമേ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.